നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡ്സ്മാൻ സിവിൽ ട്രെയിനിൽ സെമിസ്റ്റർ 3 പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പവർപോയിന്റ് പ്രസന്റേഷൻ വീഡിയോ ഞാൻ രഞ്ജിത്ത് മലമ്പുഴ ITIയിലെ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. എൻ്റെ ഇതിനകത്തുള്ള ഒന്നാമത്തെ ലെസനകത്ത് റെഫ്യൂസ് ആൻഡ് സീവേജ് എന്ന 2 ടേംസുകളെ കുറിച്ച് പരിചയപ്പെടുന്നു. അതായത് ഇതിനകത്ത് പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് എന്നൊരു ടേമിനെ അറിയുന്നതോടൊപ്പം റെഫ്യൂസ് അതിൻ്റെ ടൈപ്സുകളും അതുപോലെ തന്നെ സീവേജിൻ്റെ ടൈപ്സിനെ കുറിച്ചും പറയുന്നു. ഏറ്റവും ആദ്യം പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് എന്നൊരു ടേമിനെ കുറിച്ചാണ് വ്യക്തമായി പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന വാട്ടർ സോഴ്സസുകൾ അല്ലേ, മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ, മഴ പെയ്ത് ലഭിക്കുന്ന ജലം. അതിനുശേഷം ആ കാണുന്ന വെള്ളത്തെ നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രസിപ്പിറ്റേഷൻ, അതായത് ലിക്വിഡ് പ്രസിപ്പിറ്റേഷനെ നമ്മൾ ഏത് രൂപത്തിലേക്കൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്നു, കൺസ്യൂം ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ആ കാണുന്നതിന് ശേഷം നമ്മൾ കുടിക്കാൻ, കുളിക്കാൻ, പാചകം ചെയ്യാൻ, പാത്രങ്ങൾ കഴുകുവാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം. അപ്പോൾ നമ്മൾ ആദ്യം എത്തിക്കേണ്ടത് ഈ സോഴ്സസ് എന്നുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നു അല്ലേ. അതായിരിക്കും പ്രധാനമായും വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങിനകത്ത് ഉൾപ്പെടുന്നത്. അതിനുശേഷം ഈ ഉപയോഗിച്ച് കഴിഞ്ഞ ജലം എന്ന് പറയുന്നത് പിന്നീട് വേസ്റ്റ് ആയിട്ടാണ് മാറുന്നത് അല്ലേ. ആ ഉപയോഗിച്ച ജലത്തോടൊപ്പം പലതരത്തിലുള്ള മാലിന്യങ്ങളും അതിനകത്ത് ഉൾപ്പെടാം. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറഞ്ഞ ഉപയോഗിച്ച് കഴിഞ്ഞ ജലത്തെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അതായത് അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്, ആ ഒരു ടേമാണ് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന്. നമുക്കറിയാം സാനിറ്റേഷൻ അല്ലെ, ശുചിത്വത്തിന് വേണ്ടി നമ്മൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വെള്ളത്തെ ഈ സാനിറ്റേഷൻ ചെയ്തതിന് ശേഷമുള്ള ജലത്തെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, ഒഴിവാക്കുന്നത്, ആ ഒരു മെത്തേഡാണ് സാനിറ്ററി എഞ്ചിനീയറിംഗിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ്. എന്താ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിനകത്ത്? സർഫസ് സോഴ്സസ് നിന്ന് ലഭിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ഉറവിടങ്ങൾ അല്ലേ. ആ ഉറവിടങ്ങളിലൂടെ ലഭിക്കുന്ന ജലം, നമുക്കറിയാം പ്രൈമറി സോഴ്സിൽ നിന്ന് വരുന്ന വെള്ളം താഴേക്ക് പതിക്കുന്നു. ആ കാണുന്ന വെള്ളം ഓരോ സോഴ്സുകളായിട്ട്, സർഫസ് സോഴ്സുകളായിട്ട് അല്ലേ, വെല്ല്, റിവർ, ലേക്ക്, പോണ്ട്, അങ്ങനെ തുടങ്ങിയുള്ള സോഴ്സസുകളിൽ നിന്ന്, അതുപോലെ തന്നെ കടൽ, അങ്ങനെ പലതരത്തിലുള്ള സോഴ്സുകൾ, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ, കിണറുകളിൽ നിന്ന് ലഭിക്കുന്ന ജലങ്ങൾ അല്ലേ. ഈ കാണുന്ന വെള്ളമെല്ലാം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ശേഷമുള്ള വെള്ളം എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടറാണ്. ആ വേസ്റ്റ് വാട്ടർ നമ്മൾ കുടിക്കാനും, കുളിക്കാനും, പാചകം ചെയ്യാനും, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഈ ജലത്തിനകത്ത് വേസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെ, മാലിന്യങ്ങൾ ഉണ്ടാവാം. ആ മാലിന്യങ്ങളോടുകൂടിയുള്ള ഈ ജലം സുരക്ഷിതമായി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ സാനിറ്റേഷൻ പർപ്പസിന് വേണ്ടി, ശുചിത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, ശുചിത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ കാണുന്ന ഉപയോഗിച്ച് കഴിഞ്ഞ ജലം ഡിസ്പോസ് ചെയ്യുന്നത്. ഈ 2 മെത്തേഡാണ് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗും സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്നും 2ആയി തിരിക്കാം. പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിനെ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്നും സാനിറ്ററി എഞ്ചിനീയറിംഗ്, വാട്ടർ സപ്ലൈ എന്ന് പറയുമ്പോൾ സോഴ്സ് എന്നുള്ള വെള്ളം നമ്മൾ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു അല്ലേ, ആ കാണുന്നതാണ് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിനകത്ത് പറയുന്നതെങ്കിൽ, അതിനുശേഷം വരുന്ന വേസ്റ്റ് വെള്ളത്തെ അല്ലെ, മലിനജലത്തെ, അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് ഡിസ്പോസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ വർക്കിനകത്ത് അതിനെക്കുറിച്ചാണ് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിനകത്ത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ശാഖയാണ്. അതിനകത്ത് വാട്ടർ സപ്ലൈനെ കുറിച്ചും അതേപോലെ തന്നെ സാനിറ്റേഷൻ വർക്കുകളെ കുറിച്ചുമാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി വ്യക്തമായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഈ വേസ്റ്റ് വെള്ളം, മലിനജലം എന്നൊരു വാചകം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ മലിനജലത്തിനെ ഇപ്പോൾ നമുക്ക് ചെറിയ ടേം വെച്ച് ഞാൻ പരിചയപ്പെടുന്നു, സീവേജ്. അപ്പോൾ ഈ കാണുന്ന സീവേജിനെ ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക, ആ ഒരു മെത്തേഡാണ് സാനിറ്ററി എഞ്ചിനീയറിംഗിനകത്തൂടെ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഡെഫിനിഷൻ ഞാൻ അതിനെ പറഞ്ഞത്, ഡീൽസ് വിത്ത് ദ റിമൂവൽ ആൻഡ് ഡിസ്പോസൽ ഓഫ് സീവേജ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സീവേജിനെ റിമൂവ് ചെയ്യുക, ആ വേസ്റ്റ് വാട്ടറിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക. എന്തിനാ? ടു മെയിൻറ്റെയിൻ ഹെൽത്തി ലിവിങ് കണ്ടീഷൻസ്, ആരോഗ്യകരമായ രീതിയിലേക്ക് അല്ലെ, ശുചിത്വത്തിലേക്ക്. നമുക്ക് എന്ത് ചെയ്യുക, ആ കാണുന്ന വെള്ളത്തെ, വേസ്റ്റ് വാട്ടറിനെ ഡിസ്പോസ് ചെയ്യുന്നത് ആണ് സാനിറ്ററി എഞ്ചിനീയറിംഗിനകത്ത് പ്രധാനമായും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പരിചയപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ടേം ഉണ്ട്, റെഫ്യൂസ്. ഞാൻ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് സാനിറ്ററി എഞ്ചിനീയറിംഗിനകത്ത് നമ്മൾ ഈ ടോപ്പിക്കിന് തന്നെ ഞാൻ ഹെഡിങ് കൊടുത്തതായിരുന്നു, റെഫ്യൂസ് ആൻഡ് സീവേജ് എന്നായിരുന്നു.
റെഫ്യൂസ് ആൻഡ് സീവേജ്. അപ്പോൾ റെഫ്യൂസ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയലും, അല്ലേ, നമ്മൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം, കുടിവെള്ളം, അല്ല സോറി പാചകം ചെയ്ത വെള്ളം, അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ശേഷമുള്ള വെള്ളം, ഈ പറഞ്ഞതൊക്കെ വേസ്റ്റുകളാണ്, ലിക്വിഡ് വേസ്റ്റുകളാണ്. പാത്രങ്ങൾ കഴുകിയുള്ള വെള്ളം, അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ജലം എന്നൊക്കെ പറയുന്നത് ലിക്വിഡ് വേസ്റ്റാണ്, അല്ലേ. അത് കൂടാതെ തന്നെ നമുക്കറിയാം വേസ്റ്റ് വരുന്ന ഏതാ, ഇപ്പോൾ സെപ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റേജ് വരുന്നുണ്ട്, അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വേസ്റ്റുകൾ, ഇപ്പം ലിക്വിഡ് വേസ്റ്റുകളാവാം, സെമി സോളിഡ് വേസ്റ്റുകളാവാം, സോളിഡ് വേസ്റ്റുകളാവാം. സോളിഡ് വേസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മുടെ വീടിനകത്ത് തന്നെ കുറേ വേസ്റ്റ് ആയിട്ടുള്ള വസ്തുക്കളുണ്ടാവും, അല്ലേ. അതായത് ഉപയോഗശൂന്യമായ ചില വസ്തുക്കൾ, ഇപ്പം നമ്മൾ ചില പൊട്ടിയ പാത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള, അല്ലെ, പൊട്ടിയ പാത്രങ്ങൾ, പേപ്പറുകൾ, ഇങ്ങനെ കുറേ വേസ്റ്റുകൾ. അപ്പോൾ ഈ കാണുന്ന വേസ്റ്റും, എല്ലാ തരത്തിലുള്ള വേസ്റ്റും, ലിക്വിഡ് ആയിക്കോട്ടെ, സോളിഡ് ആയിക്കോട്ടെ, സെമി സോളിഡ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയലിനെയും കൂടി പറയുന്ന ഒറ്റ വാക്കാണ് റെഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്ത് നമുക്കറിയാം ടൈപ്സ് ഓഫ് ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആവാം, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആവാം, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവാം. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്ത്, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിനകത്ത്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനകത്ത് പുറത്തു വരുന്ന ലിക്വിഡ് ആയിട്ടുള്ള, സോളിഡ് ആയിട്ടുള്ള, സെമി സോളിഡ് ആയിട്ടുള്ള എല്ലാ വേസ്റ്റ് മെറ്റീരിയലിനെയും കൂടി പറയുന്ന പേരാണ് റെഫ്യൂസ് എന്ന് പറയുന്നത്. ആ വേസ്റ്റ് മെറ്റീരിയൽ റെഫ്യൂസിൻ്റെ അകത്ത് പ്രത്യേകത ലിക്വിഡ് ആയിട്ടുള്ള, സെമി സോളിഡ് ആവാം, സോളിഡ് ആവാം, അങ്ങനെ എല്ലാ തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയലിനാണ് ഞാൻ ഇവിടെ റെഫ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ റെഫ്യൂസിനെ അതിനെ ഡിവൈഡ് ചെയ്യാം. റെഫ്യൂസിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് സീവേജ്. ഞാൻ ഇവിടെ സീവേജിനെ കുറിച്ച് പറഞ്ഞു. യൂസ്ഡ് വാട്ടർ, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം. മനസ്സിലായോ? നമ്മൾ എവിടെയാ ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളം, കിച്ചണിൽ നിന്ന് പാത്രങ്ങൾ കഴുകിയതിന് ശേഷം വരുന്ന വെള്ളം, ഈ ലാട്രിൽ നിന്നും യൂറിനിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം, അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ, മഴവെള്ളം ഒഴുകി കഴിഞ്ഞ ശേഷം വരുന്ന വെള്ളം, മഴവെള്ളം, ഇതെല്ലാം ഏതാ, സീവേജ് ആണ്. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ ജലം, അതിനകത്ത് ഇപ്പോൾ ഈ നമ്മൾ പാത്രങ്ങൾ കഴുകിയ വെള്ളത്തിനകത്ത് നമുക്കറിയാം ചിലപ്പോൾ ഫുഡ് വേസ്റ്റുകൾ ഉള്ളപ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് സോളിഡ്സ് ആവാം, അല്ലേ. ഇനി മഴവെള്ളം മഴവെള്ളം സർഫസിലൂടെ ഒഴുകി വരുന്ന സമയത്ത് അതിനകത്തുള്ള ഓർഗാനിക്കും ആവാം, ഇൻഓർഗാനിക് ആവാം. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ജൈവ സംയുക്തങ്ങളാണ്. ജൈവസംയുക്തമല്ലാത്ത ഇപ്പം ഈ ചാരല് മറ്റൊക്കെ ഒലിച്ചുകൊണ്ടിരുന്നുണ്ട്, അല്ലേ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആവാം. ഫ്ലൂയിഡ് വേസ്റ്റ് ആവാം. ഫ്ലൂയിഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാട്രിൽ നിന്ന് സോപ്പ് പതഞ്ഞ വെള്ളങ്ങൾ, അല്ലെ, ലാട്രിൽ നിന്ന് വരുന്ന വെള്ളം, യൂറിനിൽ നിന്ന് വരുന്ന വെള്ളം, ബാത്റൂമിൽ നിന്നുള്ള വെള്ളം, യൂറിനിൽ നിന്ന് വരുന്ന ലാട്രിൽ നിന്നുള്ള വെള്ളം. ഇപ്പോൾ ലാട്രിൽ നിന്നുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ലിക്വിഡ് വേസ്റ്റ് മാത്രമാണ് അതിനകത്ത് പറയുന്നത്, ഫ്ലൂയിഡ് വേസ്റ്റുകൾ മാത്രമാണ് അതിനകത്ത് പറയുന്നത്. അതായത് വിസർജ്യം ഒഴിവാക്കിയിട്ടുള്ള വേസ്റ്റുകളെല്ലാം ഈ സീവേജ് എന്ന് പറയാം. അപ്പോൾ റെഫ്യൂസിനെ ആദ്യം ഞാൻ സീവേജ് എന്ന് പറയുന്നത്, ഇപ്പോഴും പറയുന്നുണ്ട് സീവേജ്. തൽക്കാലം ഈ ഒരു വാചകങ്ങൾ ഉപയോഗിക്കുക. വാട്ടർ കണ്ടന്റിനെയാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോളിഡ്സ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. സീവേജ് എന്ന് പറയുമ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞ ജലം തന്നെയാണ്. ആ ഉപയോഗിച്ചു കഴിഞ്ഞ ജലത്തോടൊപ്പം എന്തൊക്കെ വരുന്നുണ്ടാവാം, ജൈവ സംയുക്തങ്ങളും അജൈവ സംയുക്തങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുന്നതാവാം. അപ്പോൾ യൂസ്ഡ് വാട്ടർ, അതിനകത്ത് പ്രധാനപ്പെട്ട വാക്കുണ്ട്, യൂസ്ഡ് വാട്ടർ പ്ലസ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോളിഡ്സ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ അടുത്ത വേസ്റ്റാണ് ഗാർബേജ് എന്ന് പറയുന്നത്. ഗാർബേജ്, അല്ലേ. ഇപ്പം നമുക്കറിയാം വീട്ടിനകത്ത് വരുന്ന പച്ചക്കറികൾ, ചീഞ്ഞ പച്ചക്കറികൾ, പഴങ്ങൾ, തുടങ്ങിയവയെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു വേസ്റ്റ് തന്നെയാണ്. ഗാർബേജ് എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ടൈം തന്നെയാണ്. അപ്പോൾ ഡ്രൈ വേസ്റ്റ് ആണ് ഈ ഗാർബേജ്, അല്ലെങ്കിൽ സോൾഡ് അല്ലെങ്കിൽ സെമി സോൾഡ് വേസ്റ്റ് ആണ്, അല്ലേ. ഇപ്പം പഴങ്ങൾ, ചീഞ്ഞ പഴങ്ങൾ, പച്ചക്കറികൾ എന്ന് പറയുന്നതെല്ലാം, അല്ലേ. ഇപ്പം അതുപോലെ തന്നെ പേപ്പർ വേസ്റ്റുകളാവാം, ഇലകളാവാം, ഇതെല്ലാം ഒരു തരത്തിലുള്ള വേസ്റ്റ് തന്നെയാണ്, അല്ലേ. ഈ കാണുന്ന വേസ്റ്റ് നമുക്ക് പറയാൻ പറ്റും സോൾഡ് അല്ലെങ്കിൽ സെമി സോൾഡ് വേസ്റ്റ് ആണ്. ഡ്രൈ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ, ഗാർബേജ്, ഡ്രൈ വേസ്റ്റ്. അപ്പോൾ അതിനകത്ത് സോൾഡും സെമി സോൾഡൊക്കെ ആവാം. ഡ്രൈ വേസ്റ്റ്, അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വാക്ക് ഗാർബേജ്, ഡ്രൈ വേസ്റ്റ് ആണ്. സീവേജ് എന്ന് പറയുമ്പോൾ വാട്ടർ പ്ലസ് വാട്ടർ കണ്ടന്റ് ആണ് കൂടുതൽ. അതിനകത്ത് ജൈവ സംയുക്തങ്ങളും അജൈവ സംയുക്തങ്ങളും ഉണ്ടാവും, ഓർഗാനിക് അൺഓർഗാനിക് സോളിഡ്സ് ഉണ്ടാവാം. ഈ ഗാർബേജിനകത്ത് എന്ന് പറയുന്നത് ഡ്രൈ ഫോം തന്നെയാണ്. കാരണം നമുക്ക് ഡ്രൈ ആക്കാം. അതുപോലെ ഡ്രൈ വേസ്റ്റ് എന്ന് പറയാനുള്ള കാരണം ഇതിനെ ഉണക്കാൻ കഴിയും. സോൾഡ് ഓർ സെമി സോൾഡ് എന്ന് പറയും. സെമി സോൾഡ് ആണെങ്കിലും അതിനെ സോൾഡാക്കി മാറ്റാൻ കഴിയും, അല്ലെ. അതിനകത്ത് പറയുന്നു വേസ്റ്റ് ഫ്രം കിച്ചണിൽ വരുന്ന പലഹാര വസ്തുക്കൾ, ഫ്രൂട്ട്സുകൾ, ചീഞ്ഞ പഴങ്ങൾ, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, പേപ്പർ പീസസ് തുടങ്ങിയവയെല്ലാം ഗാർബേജിനകത്ത് ഉൾപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വേസ്റ്റ് ഞാൻ പറയുന്നു സള്ളേജ്, അല്ലെ. ഇവിടെ നമുക്കറിയാം
നേരത്തെ പറഞ്ഞു സീവേജും സള്ളേജും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ തന്നെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. സീവേജ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു യൂസ്ഡ് വാട്ടർ, ഉപയോഗിച്ച് കഴിഞ്ഞ ജലത്തോടൊപ്പം ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോളിഡ്സ് ഉണ്ടാവുന്ന സമയത്ത് സള്ളേജിനകത്ത് ബാത്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും വാഷ് ബേസിൽ നിന്നും വാഷിംഗ് പ്ലേസിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറാണ്. അതായത് വാട്ടർ കണ്ടന്റിനെയാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാത്റൂമിൽ നിന്ന് വരുന്ന, അപ്പോൾ കുളി കഴിഞ്ഞ് പോകുന്ന ശേഷമുള്ള വെള്ളം അല്ലെ, ആ ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളം, പാത്രങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളം, വാഷ് ബേസിൽ നിന്ന് വെള്ളം, വാഷിംഗ് പ്ലേസസ് അല്ലെ, അലക്കിയ ഭാഗത്തു നിന്നുള്ള വെള്ളം. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തുള്ള വേസ്റ്റ് വാട്ടറാണ് സള്ളേജ്. കൺഫ്യൂഷൻ ആവരുത്. സീവേജിനകത്ത് ഏതാ യൂസ്ഡ് വാട്ടർ തന്നെയാണ്, അതിനകത്ത് ഓർഗാനിക് ഇൻഓർഗാനിക് സോളിഡ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ സള്ളേജിനകത്ത് വേസ്റ്റ് വാട്ടർ എന്നൊരു വാക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സള്ളേജിനകത്ത് വേസ്റ്റ് വാട്ടർ എന്നൊരു വാക്ക് മാത്രമേ അതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ റബ്ബിഷ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആ കാണുന്ന സാധനത്തിന് പിന്നീട് ഒരു ഉപയോഗം, നമുക്കതിനെ ഡിസ്പോസ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാധനങ്ങളാണ് റബ്ബിഷ് എന്ന് പറയാം. ഇപ്പം നമുക്കറിയാം പൊട്ടിയ പാത്രങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ഫർണിച്ചറുകൾ കേടുവന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള ഏതെങ്കിലും ഒരു പഴയ കാലത്തെ ടിവിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു സാധനങ്ങൾ അല്ലെ, ഈ കാണുന്ന സാധനങ്ങളെ നമുക്ക് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പറയാൻ പറ്റും റബ്ബിഷ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് വേസ്റ്റ് തന്നെയാണ്. ഗാർബേജും റബ്ബിഷും നമ്മളെ വ്യത്യാസം എന്താ? ഗാർബേജ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംസ്കരിക്കാൻ കുറച്ചുകൂടി വളരെ എളുപ്പമാണ് ഗാർബേജ് സംസ്കരിക്കാൻ. പക്ഷെ റബ്ബിഷിനെ സംസ്കരിക്കാൻ അതിന് കുറച്ച് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഏതൊക്കെയാ? ഈ പറഞ്ഞ പോലെ ഒരു ബ്രോക്കൺ ഫർണിച്ചർ, പൊട്ടിയ ഫർണിച്ചറുകൾ, പോട്രീസ്, മൺപാത്രങ്ങൾ, അതുപോലെ തന്നെ ബിൽഡിംഗ് പൊളിച്ചിട്ടുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ, ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽ, ബിൽഡിംഗ് പൊളിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽ തുടങ്ങിയവയെല്ലാം റബ്ബിഷാണ്. അപ്പോൾ ഗാർബേജ് ഡ്രൈ വേസ്റ്റ് തന്നെയാണ്. റബ്ബിഷ് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ് ആണ്. അപ്പോൾ ഗാർബേജിനകത്ത് സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് വേസ്റ്റ് ആവാം അല്ലെ. അത് എവിടെയാ? കിച്ചണിൽ നിന്നുള്ള ഡീക്കേഡ് ചീഞ്ഞ പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയെല്ലാം ഗാർബേജിനകത്ത് ഉൾപ്പെടുത്തി റബ്ബിഷിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഏതാ? ബ്രോക്കൺ ഫർണിച്ചർ, പോട്ടറി, പൊട്ടിയ പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, ബിൽഡിങ്ങിനകത്തുള്ള വേസ്റ്റ് മെറ്റീരിയൽ, നമുക്ക് ഡിസ്മാൻഡ് ചെയ്ത പൊളിക്കുന്ന സമയത്ത് കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽ തുടങ്ങിയവയെല്ലാം റബ്ബിഷാണ്. നമുക്കതിനെ കൊണ്ട് പിന്നീട് ഒരു തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അടുത്തത് നൈറ്റ് സോയിൽ ആണ്. നൈറ്റ് സോയിൽ എന്ന് പറയുന്നത് മനുഷ്യ അല്ലെങ്കിൽ മൃഗങ്ങളുടെ വിസർജ്യം എന്നുള്ള അർത്ഥമാണ് നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. നൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ വിസർജ്യം എന്നുള്ള വാക്കാണ് നൈറ്റ് സോയിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഈ കാണുന്ന ഹ്യൂമൺ അല്ലെങ്കിൽ അനിമൽ എക്സ്ക്രീറ്റ, വിസർജ്യം എന്നുള്ള വാക്കാണ് നൈറ്റ് സോയിൽ. ഹ്യൂമൺ അല്ലെങ്കിൽ അനിമൽ എക്സ്ക്രീറ്റ എന്ന് പറഞ്ഞാൽ വിസർജ്യം എന്നുള്ള വാക്കാണ്. ഈ നൈറ്റ് സോയിൽ എന്ന് പറയുന്നത് ഒരു സെമി ലിക്വിഡ് വേസ്റ്റ് ആണ്. അപ്പോൾ ഈ സീവേജ്, ഗാർബേജ്, സള്ളേജ്, റബ്ബിഷ്, നൈറ്റ് സോയിൽ, ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് ഒരു സബ്സോയിൽ വാട്ടർ ഉണ്ട്. സബ്സോയിൽ വാട്ടർ എന്താ? സബ്സോയിൽ വാട്ടറിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഈ സീവറിലേക്ക്, ഇവിടെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ കാണുന്ന വേസ്റ്റുകൾ ക്യാരി ചെയ്യുന്ന പൈപ്പുകൾ, അതിനെ സീവർ, അതായത് സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പുകളാണ് സീവർ എന്ന് പറയുക. ആ സീവറിലേക്ക് ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞു സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പാണ് സീവർ. ഒരിക്കലും നമുക്ക് ആ ടേം പറയാം, SEWER, സീവർ. സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പ്, ആ സീവേജിലേക്ക്, ആ പൈപ്പിലേക്ക് ഗ്രൗണ്ട് വാട്ടർ, നമ്മുടെ മണ്ണിനടിയിലുള്ള ജലം സീവറിലേക്ക് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ പറഞ്ഞ പോലെ വെള്ളം കുറേ വേസ്റ്റായി പോകുന്നു. സീവറിലേക്ക് വരുന്ന സമയത്ത് തിരിച്ച് സീവറിൽ നിന്നുള്ള വെള്ളം മണ്ണിലേക്കും പോവാം അല്ലെ. അപ്പൊ അതും എന്തായി മാറുന്നു? വേസ്റ്റായി മാറുന്നു അല്ലെ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭൂഗർഭജലത്തെ മലിനമാക്കുന്നു അല്ലെ. അതാണ് ഇവിടെ സബ്സോയിൽ വാട്ടർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള റെഫ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാ വേസ്റ്റ് മെറ്റീരിയലും, ലിക്വിഡ് ആയിക്കോട്ടെ, സെമി സോളിഡ് ആയിക്കോട്ടെ, സോളിഡ് ആയിക്കോട്ടെ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് വരുന്ന, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് വരുന്ന, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനകത്ത് വരുന്ന എല്ലാ വേസ്റ്റ് മെറ്റീരിയലും കൂടി റെഫ്യൂസ് എന്ന് പറയുന്നു. സീവേജ് എന്ന് പറയുമ്പോൾ യൂസ്ഡ് വാട്ടർ, ഉപയോഗിച്ച് കഴിഞ്ഞ ജലമാണ്. അതിനകത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോളിഡ്സ് ഉണ്ടാവുന്നു. ഗാർബേജ് എന്ന് പറയുമ്പോൾ ഡീക്കേഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ചീഞ്ഞ പഴങ്ങൾ, പച്ചക്കറികൾ, കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റ് തുടങ്ങിയ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡ്രൈ വേസ്റ്റ് ആണ് ഗാർബേജ് എന്ന് പറയുന്നത്. ആ കാണുന്നത് നമുക്ക് എന്തെങ്കിലും സംസ്കരിക്കാൻ വളരെ എളുപ്പമാണ് അല്ലെ. സള്ളേജ് എന്ന് പറയുന്ന സമയത്ത് വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂം, ലാട്രിൻ, യൂറിനൽസ് അല്ലെ. അവിടെ വേസ്റ്റ് വാട്ടർ എന്നൊരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ സള്ളേജിനകത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. റബ്ബിഷ് എന്ന് പറയുന്ന സമയത്ത് സോളിഡ് വേസ്റ്റ് ആണ്. ഏതാ? പൊട്ടിയ പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, ബിൽഡിംഗ് മെറ്റീരിയലിനകത്തുള്ള വേസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ തുടങ്ങിയ, അത് ബിൽഡിംഗ് പൊളിച്ചിട്ടുണ്ടാകുന്ന വേസ്റ്റ് ഡിസ്മാൻഡിൽ ചെയ്തതിനു ശേഷം ഉണ്ടാകുക, ഡിസ്മാൻഡിൽ ചെയ്യാൻ പൊളിക്കുക
ബിൽഡിംഗ് പൊളിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് വേസ്റ്റ് പേപ്പറുകൾ തുടങ്ങിയുള്ള സോൾഡ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് റബ്ബിഷ് എന്ന് പറയുന്നത്. നൈറ്റ് സോയിൽ എന്ന് പറയുമ്പോൾ ഹ്യൂമൺ അല്ലെങ്കിൽ അനിമൽ എക്സ്ക്രീറ്റ, മനുഷ്യ വിസർജ്യമാണ് നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ഇതൊരു സെമി ലിക്വിഡ് വേസ്റ്റ് ആണ്. അതുപോലെ തന്നെ സബ്സോയിൽ വാട്ടർ ഏതാ ഈ പറഞ്ഞ പോലെ നമ്മുടെ മണ്ണിനടിയിലുള്ള ജലം ഏതിലേക്ക് സീവറിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ സീവർ എന്നുള്ള ജലം മണ്ണിനടിയിലേക്ക് പോകാം. അങ്ങനെ ഏതാ ഈ ജലവും മലിനമാകുന്നു. അതാണ് സബ്സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. ഈ കാണുന്ന ടൈം കുറച്ചുകൂടി വ്യക്തമാകും. നമുക്ക് ഒന്നുകൂടി ഓരോ ടൈമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ആദ്യം പറയുന്നത് സീവേജ് അല്ലെ. സീവേജിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഏതാ യൂസ്ഡ് വാട്ടർ, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം, അതിനകത്ത് ഏതൊക്കെയാ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോളിഡ്സ് ഉണ്ടാവാം അല്ലെ. ഫ്ലൂയിഡ് വേസ്റ്റ് ഫ്രം ലാട്രിൻ, യൂറിനൽ, ബാത്റൂംസ് അല്ലെ, കിച്ചൺ അല്ലെ, അവിടെ നിന്നുള്ള വേസ്റ്റ് ഫ്ലൂയിഡ് വേസ്റ്റുകൾ ഉണ്ടാവാം. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ, സ്റ്റോം വാട്ടർ, മഴവെള്ളം തുടങ്ങിയവയെല്ലാം, സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞാൽ മഴവെള്ളം, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് സീവേജ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയോളൂ, യൂസ്ഡ് വാട്ടർ, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം, അതിനകത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോളിഡ്സ് ഉണ്ട്, ഫ്ലൂയിഡ് വേസ്റ്റ് ഫ്രം ലാട്രിൻ, യൂറിനൽസ്, ബാത്റൂംസ്, കിച്ചൺസ് അല്ലെ. ഫ്ലൂയിഡ് വേസ്റ്റുകളായിട്ടുള്ള ലാട്രിനും യൂറിനും ബാത്റൂമിൽ നിന്നും കിച്ചണിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് വേസ്റ്റുകൾ, ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ, അതേപോലെ തന്നെ സ്റ്റോം വാട്ടർ അല്ലെ. ഇപ്പൊ നോക്കിക്കോളൂ, ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഫ്ലൂയിഡ് വേസ്റ്റ് ഫ്രം ലാട്രിൻ, യൂറിനൽ, ബാത്റൂം, കിച്ചൺ തുടങ്ങിയവയിൽ നിന്ന് വരുന്ന, അതായത് ലാട്രിൻ, യൂറിനൽ, ബാത്റൂം, കിച്ചൺ തുടങ്ങിയവയിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ഏതാ സാനിറ്ററി സീവേജ് അല്ലെങ്കിൽ സാനിറ്ററി കൺവീനിയൻസസ് എന്നുള്ള അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റുകളാണ്. അതിന് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ സാനിറ്ററി സീവേജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം അല്ലെ. പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ സീവേജ് ആണ്. സ്റ്റോം വാട്ടർ എന്ന് പറയുന്നത് സ്റ്റോം സീവേജ് ആണ് അല്ലെ. ഇതെല്ലാം കൂടി ഉൾപ്പെടുകയാണെങ്കിൽ ഇതിനെ കമ്പൈൻഡ് സീവേജ് എന്നൊരു വാക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ സീവേജിനെ ഒന്ന് തിരിക്കുന്നുണ്ട്. സീവേജിനെ ഏതാ ഇവിടെ പറഞ്ഞു, ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം, ഫ്ലൂയിഡ് വേസ്റ്റ് ഫ്രം ലാട്രിൻ, യൂറിനൽ, ബാത്റൂം, കിച്ചൺ. ഏതാ കിച്ചണിൽ നിന്ന്, ബാത്റൂമിൽ നിന്ന്, യൂറിനിൽ നിന്ന്, ലാട്രിനിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് വേസ്റ്റ് അല്ലെ. അതിന്റെ പ്രത്യേകത എന്താ, ഈ കാണുന്ന വേസ്റ്റുകളിലെല്ലാം ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സോളിഡ്സ് ഉണ്ടാവാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പറയാം ഏതാ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ സാനിറ്ററി സീവേജ്. വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ഡൊമസ്റ്റിക് എന്നുള്ള അർത്ഥം അല്ലെ. സാനിറ്ററി കൺവീനിയൻസ് നിന്ന് വരുന്ന വെള്ളം എന്ന് പറയുന്നതാണ് ഏതാ നമുക്കറിയാം, യൂറിനിൽ നിന്ന്, ക്ലോസറ്റിൽ നിന്ന്, ബാത്റൂമിൽ നിന്നൊക്കെ വരുന്ന വെള്ളം എന്നുള്ള അർത്ഥത്തിലാണ് സാനിറ്ററി സീവേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ പറയുന്നു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് പറയുന്നത്. സ്റ്റോം വാട്ടർ എന്ന് പറയുന്നതാണ് സ്റ്റോം സീവേജ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോം സീവേജ്, ഇൻഡസ്ട്രിയൽ സീവേജ്, ഈ കാണുന്ന ഡൊമസ്റ്റിക് സീവേജ് പ്ലസ് സ്റ്റോം സീവേജ് പ്ലസ് ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് പറയുന്നതാണ് കമ്പൈൻഡ് സീവേജ് എന്ന് പറയുന്നത്. കമ്പൈൻഡ് സീവേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടേംസുകൾ അല്ലെ. നമുക്ക് ഓരോ ടേം ഒന്നുകൂടി പരിചയപ്പെടാം. നോക്കിക്കോളൂ, ഡൊമസ്റ്റിക് അല്ലെങ്കിൽ സാനിറ്ററി സീവേജ് എന്ന് പറഞ്ഞാൽ ഏതാ ഈ സാനിറ്ററി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്തുള്ള അല്ലെങ്കിൽ ബിസിനസ് ബിൽഡിങ്ങിനകത്തുള്ള ഫാക്ടറികളിൽ നിന്നുള്ള, ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സാനിറ്ററി കൺവീനിയൻസസ് എന്ന് വരുന്ന അല്ലെ, ലാട്രിനിൽ നിന്നും യൂറിനിൽ നിന്നും വരുന്ന ഡൊമസ്റ്റിക് സീവേജുകളെ പറഞ്ഞ പേരാണ് സാനിറ്ററി സീവേജ് എന്ന് പറയുന്നത്. അപ്പൊ സാനിറ്ററി സീവേജ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സീവേജ് വിച്ച് ഒറിജിനേറ്റ്സ് ഫ്രം, എവിടുന്ന ഒറിജിനേറ്റ് ചെയ്യുന്ന, എവിടുന്ന ഉണ്ടാവുന്ന സാനിറ്ററി കൺവീനിയൻസസ് നിന്ന്, എവിടുന്നുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്തുള്ള, ബിസിനസ് ബിൽഡിങ്ങിനകത്തുള്ള, ഫാക്ടറികൾക്കകത്തുള്ള, ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള സാനിറ്ററി കൺവീനിയൻസസ് നിന്നും വരുന്ന ഡൊമസ്റ്റിക് സീവേജുകളെയാണ് സാനിറ്ററി സീവേജ് എന്ന് പറയുന്നത് അല്ലെ. ഇനി നമുക്ക് വീണ്ടും പറയാം ഏതാ സ്റ്റോം സീവേജ്. സ്റ്റോം സീവേജ് എന്ന് പറഞ്ഞാൽ മഴ അല്ലെ, റൈനി സീസണിനകത്ത് മഴയിലൂടെ ലഭിക്കുന്ന ജലം എന്ന് പറയുന്നതാണ് സ്റ്റോം സീവേജ് എന്ന് പറയുന്നത് അല്ലെ. ഇതും ലിക്വിഡ് വേസ്റ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം സ്റ്റോം സീവേജിനകത്തും ഈ പറഞ്ഞ പോലെ വെള്ളം, മഴവെള്ളം ഒളിച്ചുകൊണ്ടുവരുന്ന ചിലപ്പോൾ ജൈവ സംയുക്തങ്ങളും അജൈവ സംയുക്തങ്ങളും ഓർഗാനിക് സോളിഡ്സിനെയും ഇനോർഗാനിക് സോളിഡ്സിനെയും വഹിച്ചു കൊണ്ടുവരാം അല്ലെ. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് വേസ്റ്റ് വിച്ച് ഫ്ലോസ് ഇൻ സീവർ, ഇവിടെ വീണ്ടും ഒരു വാക്ക് ഉപയോഗിച്ചു സീവർ. സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിനെയാണ് സീവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്കൊന്നുകൂടി വ്യക്തമായി പഠിക്കാനുണ്ട്. സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിനെയാണ് സീവർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ റൈനി സീസൺ, മഴക്കാലത്ത് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള വേസ്റ്റുകളാണ് എന്താ പറയുക സ്റ്റോം സീവേജ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസ് നിന്ന് വരുന്ന ലിക്വിഡ് വാട്ടർ അല്ലെ, അതിനെയാണ് ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് പറയുന്നത്. ഇനിയോ കമ്പൈൻഡ് സീവേജ് എന്ന് പറയുമ്പോൾ ഈ സാനിറ്ററി സീവേജ്, അതുപോലെ തന്നെ ഇതാ സ്റ്റോം സീവേജ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സർഫസിലൂടെ വരുന്ന ജലം അല്ലെ, സ്റ്റോം സീവേജ്, സർഫസ് വാട്ടർ, സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഏതാ ഇൻഡസ്ട്രിയൽ വേസ്റ്റോടുകൂടിയ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയതാണ് കമ്പൈൻഡ് സീവേജ് എന്ന് പറയുന്നത്. സാനിറ്ററി സീവേജ് പ്ലസ് ഇൻഡസ്ട്രിയൽ സീവേജ് പ്ലസ് സ്റ്റോം സീവേജ് എന്ന് പറയുന്നതാണ് കമ്പൈൻഡ് സീവേജ് പറയാം. നേരത്തെ പറഞ്ഞ 3 ഐറ്റം ഏതൊക്കെയാ, സാനിറ്ററി സീവേജ് ഉണ്ട്, സ്റ്റോം സീവേജ് ഉണ്ട്. സ്റ്റോം സീവേജ് എന്ന് പറഞ്ഞാൽ സർഫസ് വാട്ടർ ആൻഡ് സ്റ്റോം വാട്ടർ എന്ന് പറയും. സർഫസ് വാട്ടർ ഓർ സ്റ്റോം വാട്ടർ എന്നുള്ള അർത്ഥത്തിന് ഉദ്ദേശിച്ചാൽ മതി. ഏതാ സർഫസിലൂടെ ഒഴുകുന്ന ജലം എന്ന് പറഞ്ഞാൽ ഏതാ മഴവെള്ളത്തിലൂടെ ലഭിക്കുന്ന ജലമാണ്
അല്ലെ. അപ്പോൾ സാനിറ്ററി സീവേജ്, സർഫസ് വാട്ടർ അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ, അതോടൊപ്പം എന്താ ഇൻഡസ്ട്രിയൽ സീവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തുന്നതാണ് കമ്പൈൻഡ് സീവേജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തുടർന്ന് ഈ സീവേജുമായി ബന്ധപ്പെട്ട് ചില ടേംസുകൾ കൂടി പറയട്ടെ. ഫ്രഷ് ആയിട്ടുള്ള സീവേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള സീവേജ് ഫ്രഷ് സീവേജ് എന്ന് പറയാം, അല്ലെ. ഇപ്പം നമ്മൾ പാത്രം കഴുകി ഉടനെ വരുന്ന വെള്ളം എന്ന് പറയുന്ന ഒരു ഫ്രഷ് സീവേജ് ആണ്, അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള വേസ്റ്റ്, മഴ പെയ്ത് ഒലിച്ചുകൊണ്ടിരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ റീസൺ ആയിട്ട് അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള സീവേജുകളാണ് ഫ്രഷ് സീവേജ് പറയുന്നത്. നമുക്കറിയാം സീവേജ് ദിവസം കഴിയും തോറും അതിനകത്തുനിന്നുള്ള ഒരുപാട് നോയ്സൻസ് ആയിട്ടുള്ള ഗ്യാസസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെ. നമുക്കറിയാം സ്മെല്ല് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫ്രഷ് സീവേജ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്ന, അതായത് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഉപയോഗത്തിന് ശേഷം ഉണ്ടാകുന്ന പെട്ടെന്ന് ഉപയോഗത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സീവേജ് ആണ് ഫ്രഷ് സീവേജ് എന്ന് പറയുന്നത്. സീവേജ് വിച്ച് ഹാസ് ബീൻ റീസെൻ്റ്ലി പ്രൊഡ്യൂസ്, അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള സീവേജുകളാണ് ഫ്രഷ് സീവേജ് എന്ന് പറയുന്നത്. ഈ ഫ്രഷ് സീവേജ്, ഈ ഡെഫിനിഷനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്രഷ് സീവേജ് എന്ന് പറയുന്നത് ആൾക്കലൈൻ ആണോ അസിഡിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. മിക്കവാറും എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫ്രഷ് സീവേജ് എന്ന് പറയുന്നത് ആൾക്കലൈൻ ആണ്. ഫ്രഷ് സീവേജ് എന്ന് പറയുന്നത് ആൾക്കലൈൻ ആണ്. ഇനി ഏതാ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത സീവേജ്. അപ്പോൾ ഫ്രഷ് സീവേജ് ഉണ്ടായി, അതിനുശേഷം നമുക്ക് ട്രീറ്റ് ചെയ്യണം, അല്ലെ. ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സീവേജിനെ ഡിസ്പോസ് ചെയ്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നെങ്കിൽ ഉപയോഗിക്കുന്നു, അല്ലെ. ഡിസ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നല്ല വാട്ടർ കണ്ടന്റ് മാത്രമാക്കി മാറ്റിയെടുക്കാം, അല്ലെ, വേർതിരിക്കാം. പുനരുപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പുനരുപയോഗിക്കുന്നത് വാട്ടർ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തിട്ട് അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാത്ത സീവേജുകളെ, അൺട്രീറ്റഡ് സീവേജുകളെ, ട്രീറ്റ്മെന്റ് ചെയ്യാത്ത സീവേജ് എന്നുള്ള വാക്കാണ് അൺട്രീറ്റഡ് സീവേജിനെ ക്രൂഡ് ഓർ റോ സീവേജ് എന്ന് പറയുന്നു. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത സീവേജിനെ ക്രൂഡ് അല്ലെങ്കിൽ റോ സീവേജ് എന്നാണ്. ട്രീറ്റ്മെന്റ് ചെയ്യാത്ത സീവേജുകളെ, അൺട്രീറ്റഡ് സീവേജിനെയാണ് ക്രൂഡ് ഓർ റോ സീവേജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലെ. ഇനി വേറൊരു വാക്കുണ്ട് സെപ്റ്റിക് സീവേജ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താ സെപ്റ്റിക് സീവേജ്, അല്ലെ. നമുക്കറിയാം സെപ്റ്റിക് ടാങ്ക് എന്നൊരു വാക്ക് നമുക്ക് നല്ല പരിചയമുണ്ട്. നമുക്കറിയാം ആ മനുഷ്യ വിസർജ്യം എന്ന് പറയുന്നത് കുറെ അത് ഡീകമ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ അത് വിഘടിക്കും തോറും സ്മെല്ല് ഉണ്ടാവുന്നുണ്ട്, അല്ലെ. അത്തരത്തിലുള്ള സ്മെല്ലുകളെ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ ഉപദ്രവകരമായ സ്മെല്ലുകളാണ്. അതായത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഡീകമ്പോസിഷനാണ് അത്തരത്തിലുള്ള ഭാഗത്ത് നടക്കുന്നത്, വിഘടനത്തിലൂടെ നടക്കുന്നത്. അത്തരത്തിലുള്ള സീവേജിനാണ് സെപ്റ്റിക് സീവേജ് എന്ന് പറയുന്നത്. അതായത് ഡീകമ്പോസിഷൻ നടക്കും തോറും ബാഡ് സ്മെല്ലുകളോ അല്ലെങ്കിൽ ഈ ബാഡ് ഗ്യാസസോ ഫോം ചെയ്യുന്നു, അല്ലെ. ആരെ ബാധിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സ്മെല്ലുകളും ഗ്യാസസും ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സീവേജുകളെയാണ് സെപ്റ്റിക് സീവേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണും ചെയ്യുന്നു. അതായത് ഡീകമ്പോസ് ചെയ്യും തോറും, വിഘടിക്കും തോറും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗ്യാസസുകളും അതേപോലെ തന്നെ സ്മെല്ലുകളും ഉണ്ടാവുന്ന തരത്തിലുള്ള സീവേജുകളാണ് സെപ്റ്റിക് സീവേജ് എന്ന് പറയുന്നത്. സീവേജ് വിച്ച് ഈസ് അണ്ടർഗോയിങ് ഡീകമ്പോസിഷൻ, അല്ലെ. അത് വിഘടിക്കും തോറും എമിറ്റിംഗ് ഒഫൻസീവ് ഓഡേഴ്സ്, അല്ലെ. ബാധിക്കുന്ന തരത്തിലുള്ള ഓഡേഴ്സ്, സ്മെല്ലുകൾ അല്ലെങ്കിൽ ഗ്യാസസ് എല്ലാം പുറത്ത് കൊണ്ടുവരുന്നു. അത്തരത്തിലുള്ള സീവേജുകളാണ് സെപ്റ്റിക് സീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ സെപ്റ്റിക് സീവേജ് വിച്ച് ഈസ് അണ്ടർഗോയിങ് ഡീകമ്പോസിഷൻ നടക്കും തോറും എമിറ്റിംഗ് ഒഫൻസീവ് ഓഡേഴ്സ്, ബാഡ് സ്മെല്ലുകൾ അല്ലെങ്കിൽ ബാഡ് ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇത് ആരെ ബാധിക്കുന്ന, ഒഫൻസീവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം തന്നെ ഇത് തന്നെ. ആരെ ബാധിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതുകൊണ്ടാണ് ഒഫൻസീവ്, ഉപദ്രവകരമായ. ഇനി പറഞ്ഞ ഡൈലൂട്ട് അല്ലെങ്കിൽ വീക്ക് സീവേജ് ആണ്. നമുക്കറിയാം സീവേജ് ഡൈലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതിന്റെ അളവ് കൂടുതലായിരിക്കും, വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. അതിനകത്തുള്ള മാറ്റർ, സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വേസ്റ്റിന്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ സീവേജ് കണ്ടെയ്നിങ് സ്മോൾ എമൗണ്ട് ഓഫ് സസ്പെൻഡഡ് മാറ്റർ, വാട്ടർ കണ്ടന്റ് കൂടുതലും സസ്പെൻഡഡ് മാറ്റർ എന്ന് പറയുന്നത് വളരെ കുറവുമാണെങ്കിൽ അത്തരത്തിലുള്ള സീവേജിനാണ് ഡൈലൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വീക്ക് സീവേജ് എന്ന് പറയുന്നത്. സ്മോൾ എമൗണ്ട് ഓഫ് സസ്പെൻഡഡ് മാറ്റർ, സീവേജ് കണ്ടെയ്നിങ് സ്മോൾ എമൗണ്ട് ഓഫ് സസ്പെൻഡഡ് മാറ്റർ, അല്ലെ. ഇപ്പോൾ മഴവെള്ളം ഒഴുകി വരുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ വളരെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചിലപ്പോൾ ഈ പറഞ്ഞ മണ്ണും മറ്റ് സാധനങ്ങളും ഉണ്ടാവാറുണ്ടാവുള്ളൂ, അല്ലെ. ചിലപ്പോൾ കൂടിയ അളവിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം സസ്പെൻഡഡ് മാറ്റർ, നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള വേസ്റ്റുകൾ, അതാണ് നമ്മുടെ സസ്പെൻഡഡ് മാറ്റർ എന്ന് പറയാം, കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള. അപ്പോൾ സീവേജ് കണ്ടെയ്നിങ് സ്മോൾ എമൗണ്ട് ഓഫ് സസ്പെൻഡഡ് മാറ്റർ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ഡൈല്യൂട്ട് അല്ലെങ്കിൽ വീക്ക് സീവേജ് എന്ന് പറയുന്നത്. ഡൈല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ. ഇനി
നേരത്തെ നമ്മൾ പറഞ്ഞു എവിടെയാ ഇവിടെ സ്റ്റോം സീവേജിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതാ സ്റ്റോം സീവേജിന്റെ പ്രത്യേകത മഴ റെയിൻഫോൾ സമയത്ത് മഴക്കാലത്ത് സർഫസിലൂടെ ഒഴുകി വരുന്ന ജലം എന്ന് പറയുന്നതാണ് സ്റ്റോം സീവേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റെയിൻഫോൾ അല്ലാത്ത സമയത്ത് ഏതൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവാം? ഡൊമസ്റ്റിക് വേസ്റ്റുകൾ ഉണ്ടാവും, വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റുകളും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിരിക്കും കൂടുതലകത്ത് ഉണ്ടാവുക. സ്റ്റോം വാട്ടർ ഉണ്ടാവണം നിർബന്ധമില്ല. അത്തരത്തിലുള്ള ഫ്ലോയിനെ പറഞ്ഞ പേരാണ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഡ്രൈ വെതർ ഫ്ലോ ഏതാ മഴവെള്ളം ഇല്ലാത്ത വേസ്റ്റുകൾ, മഴവെള്ളം ഇല്ലാതെ വരുന്ന ഡൊമസ്റ്റിക് വേസ്റ്റുകളും ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളും, ഡൊമസ്റ്റിക് സീവേജുകളും ഇൻഡസ്ട്രിയൽ സീവേജുകളും, അതിനെയാണ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ മഴ ഇല്ലാത്ത സമയത്ത് സീവറിലൂടെ, എന്താ സീവർ? നേരത്തെ ഞാൻ പറഞ്ഞു സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പുകളാണ് സീവർ. ഇപ്പോൾ ഈ ഒരു വാക്കെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഓർത്ത് വയ്ക്കാം. സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പാണ് സീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ ത്രൂ സീവേഴ്സ് അവൈലബിൾ ഡ്യൂറിങ് നോൺ റെയിൻഫോൾ പീരീഡ്, അല്ലെ ഏതാ മഴ ഇല്ലാത്ത സമയങ്ങളിൽ ഏതാ സീവറിലൂടെ ഒഴുകുന്ന വേസ്റ്റ് സീവേജ് ആണ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായും ഏതൊക്കെ ഉണ്ടാവുക? ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സീവേജ് ഉണ്ട്. ബട്ട് എക്സ്ക്ലൂഡ് സ്റ്റോം വാട്ടർ, മഴവെള്ളം ഇല്ലാത്ത ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സീവേജിനെയാണ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഡ്രൈ വെതർ ഫ്ലോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെറ്റ് വെതർ ഫ്ലോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ ഡൈലൂട്ട് ഓർ വീക്ക് സീവേജ് എന്നുള്ള വാക്കിന് വെറ്റ് വെതർ ഫ്ലോ, അല്ലെ വെറ്റാണ്. വെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, അല്ലെ സസ്പെൻഡഡ് മാറ്റർ എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് വെറ്റ് വെതർ ഫ്ലോ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. പറഞ്ഞു വാട്ടർ കണ്ടന്റ് കൂടി ഉണ്ട്, മഴവെള്ളം കൂടി ഉൾപ്പെടുന്നതാണ് വെറ്റ് വെതർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ വെതർ ഫ്ലോയും വെറ്റ് വെതർ ഫ്ലോയും. അടുത്ത് പറയുന്നത് ഗാർബേജ് ആണ്. ആ ഗാർബേജിനകത്ത് ഇവിടെ നോക്കിയുള്ളൂ ഡ്രൈ വേസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഗാർബേജ് എന്ന് പറഞ്ഞ ഡ്രൈ വേസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞു സോൾഡ് ഓർ സെമി സോൾഡ് ആവാം, അല്ലെ. പക്ഷെ ആ കാണുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഘടിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റും, സുരക്ഷിതമായി ഡിസ്പോസ് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള വേസ്റ്റുകളാണ് ഗാർബേജ് എന്ന് പറയാം. ഏതാ ഡീക്കേഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പേപ്പർ പീസസ്, ഇലകൾ തുടങ്ങിയവയാണ് ഗാർബേജിനകത്ത് ഉൾപ്പെടുന്ന വരുന്ന വേസ്റ്റ്. അപ്പോൾ കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഡീക്കേഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പേപ്പർ പീസസ് തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഗാർബേജ് എന്ന് പറയുന്നത്. അതൊരു ഡ്രൈ വേസ്റ്റ് ആണ്. ഡിഫൈൻ ആസ് ഡ്രൈ വേസ്റ്റ് that is solid or semi-solid and which includes waste from kitchen, decayed fruits, leaves, paper pieces and vegetables. അല്ലെ സള്ളേജ് എന്ന് പറഞ്ഞാലോ നേരത്തെ ഞാൻ പറഞ്ഞു സള്ളേജ് എന്താ? ബാത്റൂമിൽ നിന്ന് വരുന്ന, കിച്ചണിൽ നിന്ന് വരുന്ന, വാഷ് ബേസിൽ നിന്ന് വരുന്ന, വാഷിംഗ് പ്ലേസസ് നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ആണ് സള്ളേജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂം, കിച്ചൺ, വാഷ് ബേസിൻ ആൻഡ് വാഷിംഗ് പ്ലേസസ്. അല്ലെ റബിഷ് എന്ന് പറയുന്ന സമയത്ത് എന്താ? സോളിഡ് വേസ്റ്റുകളാണ്. ഏതൊക്കെയാ? വേസ്റ്റ് പേപ്പറുകൾ, ബ്രോക്കൺ ഫർണിച്ചറുകൾ, പൊട്ടിയ ഫർണിച്ചറുകൾ, പോട്രി, ബ്രോക്കൺ പോട്രി, വേസ്റ്റ് മെറ്റീരിയൽ ഓഫ് ബിൽഡിംഗ് തുടങ്ങിയവയെല്ലാം റബ്ബിഷ് ആണ്. ഇൻക്ലൂഡ്സ് സോളിഡ് വേസ്റ്റ് ലൈക്ക് വേസ്റ്റ് പേപ്പർ, ബ്രോക്കൺ ഫർണിച്ചർ ആൻഡ് പോട്രി, വേസ്റ്റ് മെറ്റീരിയൽ ഓഫ് ബിൽഡിംഗ് തുടങ്ങിയവയെല്ലാം റബ്ബിഷ് ആണ്. ഏതാ നൈറ്റ് സോയിൽ? നൈറ്റ് സോയിലിന്റെ പ്രത്യേകത അതിനകത്ത് ഏതാ? ഹ്യൂമൻ ആൻഡ് അനിമൽ എക്സ്ക്രീറ്റ, മനുഷ്യ വിസർജ്യം ഉൾപ്പെടുന്നതാണ് നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്, അല്ലെ. അപ്പോൾ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഹ്യൂമൻ ആൻഡ് അനിമൽ എക്സ്ക്രീറ്റ, മനുഷ്യ വിസർജ്യം എന്ന് പറയുന്നതാണ് നൈറ്റ് സോയിൽ. ഈ നൈറ്റ് സോയിൽ എന്ന് പറയുന്നത് സെമി ലിക്വിഡ് വേസ്റ്റ് ആണ്. നൈറ്റ് സോയിൽ എന്ന് പറയുന്നത് സെമി ലിക്വിഡ് വേസ്റ്റ് ആണ്. ഒരുപാട് എക്സാമ്പിൾക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നൈറ്റ് സോയിൽ സെമി ലിക്വിഡ് വേസ്റ്റ് ആണ്. ഗാർബേജ് എന്ന് പറയുന്നത് ഡ്രൈ വേസ്റ്റ് ആണ്. റബ്ബിഷ് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ് ആണ്. സള്ളേജ് എന്ന് പറയുന്നത് ലിക്വിഡ് വേസ്റ്റ് ആണ്, വേസ്റ്റ് വാട്ടർ ആണ്. ഇനി ഒരു വേസ്റ്റ് കൂടി പറഞ്ഞാൽ സബ്സോയിൽ വാട്ടറും കൂടി ഉണ്ട്. സബ്സോയിൽ വാട്ടർ, അല്ലെ. സബ്സോയിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ പറഞ്ഞ പോലെ സർഫസിന് അടിയിലുള്ള, നമ്മുടെ ഗ്രൗണ്ട് സർഫസിന് താഴെയുള്ള വെള്ളം എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ. ആ ഗ്രൗണ്ട് വാട്ടർ സീവറിലേക്കോ അല്ലെങ്കിൽ സീവറിൽ നിന്ന് പുറത്തേക്കോ പോവാം. ഇത്തരത്തിലുള്ള ജലങ്ങളാണ് സബ്സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടർ ദാറ്റ് ഫൈൻഡ്സ് ഇറ്റ് എൻട്രി ഇൻ ടു സീവർ ത്രൂ ലീക്സ്, സീവറിലേക്ക്, അല്ലെ. അപ്പൊ രണ്ട് തരത്തിലുള്ള ടേം. അപ്പോൾ നോക്കിക്കോളൂ, ഇതിന് രണ്ട് തരത്തിലുള്ള ടേം പോകുന്നു. അപ്പൊ ഞാൻ എന്നോട് സീവർ എന്താണെന്ന് കൂടി പറയട്ടെ. സീവർ എന്ന് പറഞ്ഞാൽ എന്താ? സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പ്. അത് എവിടുന്നാണോ ഈ സീവറിലേക്ക് വരുന്നത് അതിൽ നിന്ന് എവിടേക്കാണ്? ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്നു, ഫൈനൽ ഡിസ്പോസലിലേക്ക്. ഏതാ? നമുക്കിതിനെ ഡിസ്പോസ് ചെയ്യാം, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? അതിനെ നിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ അത്രത്തോളം വേസ്റ്റ് ക്യാരി ചെയ്യുന്ന പൈപ്പിനാണ് സീവർ. സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പാണ് സീവർ എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് പൈപ്പ്, മണ്ണിനടിയിലൂടെ പോകുന്ന പൈപ്പ് അല്ലെങ്കിൽ കണ്ട്യൂറ്റ് യൂസ്ഡ് ഫോർ ക്യാരിങ് സീവേജ്. സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പാണ് സീവർ, അല്ലെ. അണ്ടർഗ്രൗണ്ട് പൈപ്പ് ഓർ കണ്ട്യൂറ്റ് യൂസ്ഡ് ഫോർ ക്യാരിങ് സീവേജ് എവിടേക്കാ? ടു എ പോയിന്റ് ഓഫ് ഡിസ്ചാർജ് ഓർ ഡിസ്പോസൽ, അതായത് ഫൈനൽ ഡിസ്പോസലിലേക്ക് എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ വേറൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സീവർ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു ഗ്രൗണ്ട് വാട്ടർ ഫൈൻഡ്സ് ഇറ്റ് എൻട്രി ഇൻ ടു സീവർ, സീവറിലേക്ക് ഇറങ്ങാം ഏതിലൂടെ? ലീക്കിലൂടെ, അല്ലെ. അപ്പോൾ
ഈ പറഞ്ഞ പോലെ സീവറിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വാട്ടർ ലീക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻഫിൽട്രേഷൻ, അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള വെള്ളം ഈ ഗ്രൗണ്ട് വാട്ടർ എവിടേക്ക് ഇറങ്ങുക, സീവറിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനെ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടർ സീവറിലേക്ക് ലീക്കിലൂടെ ഇറങ്ങുകയാണെങ്കിൽ അതിനെ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. വാട്ടർ വിച്ച് ലീക്സ് ഇൻ ടു സീവർ, ഏതാ ഗ്രൗണ്ട് വാട്ടർ. ഇപ്പൊ സീവർ എന്ന് പറഞ്ഞ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചു, എന്താ അണ്ടർഗ്രൗണ്ട് പൈപ്പാണ്. ആ അണ്ടർഗ്രൗണ്ട് പൈപ്പിലേക്ക് എവിടെയാ, മണ്ണിനടിയിലുള്ള പൈപ്പ് എന്നുള്ള അർത്ഥമാണല്ലോ. അപ്പം ആ മണ്ണിനടിയിലുള്ള വെള്ളം ഏതാ ഈ സീവറിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനെ ഇൻഫിൽട്രേഷൻ എന്നും, സീവർ എന്നുള്ള വെള്ളം എവിടേക്കാ, സീവർ എന്നുള്ള വെള്ളം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അതിന് ചുറ്റുള്ള മണ്ണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനെ എക്സ്ഫിൽട്രേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. സീവർ എന്നുള്ള സീവേജ് അതിന് ചുറ്റുമുള്ള മണ്ണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനെ എക്സ്ഫിൽട്രേഷൻ എന്ന് പറയുന്നു. ലീക്കേജ് ഓഫ് സീവേജ് ഫ്രം ദ സീവർ ഇൻ ടു ദ സോയിൽ സറൗണ്ടിങ് ദ വാട്ടർ എന്ന് പറയുന്നതാണ് എക്സ്ഫിൽട്രേഷൻ. ലീക്കേജ് ഓഫ് സീവേജ് ഫ്രം ദ സീവർ എന്നുള്ള സീവേജ് എവിടേക്കാ, ഇൻ ടു ദ സോയിൽ സറൗണ്ടിങ് അതിന് ചുറ്റുമുള്ള സോയിലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനെ എക്സ്ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു. ഗ്രൗണ്ട് വാട്ടർ സീവറിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇൻഫിൽട്രേഷൻ, സീവർ എന്നുള്ള വേസ്റ്റ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ചുറ്റുമുള്ള മണ്ണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എക്സ്ഫിൽട്രേഷൻ എന്ന് പറയുന്നു. അപ്പോൾ സീവേജ് ക്യാരി ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് പൈപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂയാണ് സീവർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വ്യക്തമായിട്ടൊന്നുകൂടി കാണുക. ഓക്കെ, താങ്ക് യു.